ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കുള്ള ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ 4th മോഡ്യൂൾ, അതായത് ഡ്രാമയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡ്രാമാറ്റിസ്റ്റുകളെ കുറച്ച് പേരെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ 3 പേരെ നോക്കി: വിജയ് ടെണ്ടുൽക്കർ, സുധീന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ സഫ്ദർ ഹാഷ്മി. 3 റൈറ്റേഴ്സിനെ നമ്മൾ നോക്കി. ഇന്ന് നോക്കുന്നത് മഹാശ്വേത ദേവി. നോക്കാം. മഹാശ്വേത ദേവി. She was born in 14th January 1926, died in 28 July 2016. She was an Indian writer in Bengali and an activist. Her notable literary works include Hajar Churashir Ma, Rudali, and Aranyer Adhikar. She was a leftist who worked for the rights and empowerment of the tribal people, Lotha and Shabar of West Bengal, Bihar, Madhya Pradesh and Chhattisgarh states of India. She was honored with various literary awards such as the Sahitya Akademi Award, Jnanapith Award and Raman Magsaysay Award, along with India's Civilian Awards, Padma Shri and Padma Vibhushan. മഹാശ്വേത ദേവി ജനിക്കുന്നത് 1926-ലാണ്, മരിക്കുന്നത് 2016-ലാണ്. അവരൊരു ഇന്ത്യൻ റൈറ്ററാണ്, ആക്ടിവിസ്റ്റാണ്, അതുപോലെ ഒരു ബംഗാളി റൈറ്ററാണ്. അവരുടെ ഫേമസ് ആയിട്ടുള്ള 3 ലിറ്റററി വർക്ക്സ് എന്ന് പറയുന്നത് ഹജർ ചുരാഷിർ മാ, അതുപോലെ രുദാലി, അതുപോലെ അരണ്യർ അധികാർ. ഈ 3 വർക്കുകളാണ്. ശ്വേതാദേവി ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിളായിട്ടുള്ള ലോഥ, അതുപോലെ ഷബർ എന്നിങ്ങനെയുള്ള ട്രൈബൽസിൻ്റെ റൈറ്റ്സും അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ റൈറ്റ്സ് നേടിയെടുക്കാനായിട്ടും അവർ ഒട്ടനവധി ശ്രമിച്ചിരുന്നു. പലതരത്തിലുള്ള ലിറ്റററി അവാർഡ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്, അതുപോലെ രമൺ മാഗ്സസേ അവാർഡ്, പിന്നെ പത്മശ്രീ, പത്മവിഭൂഷൺ പോലെയുള്ള അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മഹാശ്വേത ദേവി വാസ് ബോൺ ഇൻ എ ബ്രാഹ്മിൻ ഫാമിലി ഓൺ 14th January 1926 in Dhaka, British India. Her father, Manish Gathak, was a poet and novelist of the Khalol movement who used the pseudonym Jubanashwa. Gathak's brother was filmmaker Ritvik Gathak. Devi's mother, Daritri Devi, was also a writer and a social worker, whose brothers include sculptor Shankha Chowdhury and the founder editor of Economic and Political Weekly of India, Sachin Chowdhury. മഹാശ്വേത ദേവി ജനിക്കുന്ന ഒരു ബ്രാഹ്മിൻ ഫാമിലിയിലാണ്. അവരുടെ ഫാദർ ഒരു പോയിറ്റും നോവലിസ്റ്റായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അങ്കിൾ ഒരു ഫിലിം മേക്കറാണ്. അതുപോലെ ദേവിയുടെ മദർ ഒരു റൈറ്ററും ഒരു സോഷ്യൽ വർക്കറുമാണ്. അതുപോലെ അമ്മയുടെ സഹോദരന്മാരും ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരാളൊരു സ്കൾപ്റ്ററാണ്, ഒരാൾ എഡിറ്ററാണ്. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ഓഫ് ഇന്ത്യ എന്ന വർക്കിൻ്റെ മാഗസീൻ്റെ എഡിറ്റർ കൂടെയാണ്. ദേവി റോട്ട് ഓവർ 100 novels and over 20 collections of short stories, primarily written in Bengali but often translated to other languages. Her first novel, titled Chansi Rani, based on a biography of Rani of Chansi, was published in 1956. She had toured the Chansi region to record information and folk songs from the local people for the novel. മഹാശ്വേത ദേവി വളരെയധികം എഴുതുന്നൊരു വ്യക്തിയാണ്. അവർ 100-ലധികം നോവൽസ് എഴുതിയിട്ടുണ്ട്. 20-ലധികം ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ ഉണ്ട്. കൂടുതലും എഴുതുന്നത് ബംഗാളിലാണ്, എങ്കിലും അനവധി ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നോവലാണ് ചാൻസി റാണി. അത് റാണി ഓഫ് ചാൻസിയുടെ ബയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. പബ്ലിഷ് ചെയ്തത് 1956-ലാണ്. അപ്പോൾ ഈ ഒരു വർക്കിന് എഴുതാനായിട്ട് ആവശ്യമായ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ദേവി ഡയറക്റ്റായിട്ട് ചാൻസി റീജിയനിൽ തന്നെ എത്തുകയും അവിടെ നിന്ന് ആവശ്യമായ ഡേറ്റ അവർ തന്നെ കളക്ട് ചെയ്യുകയും റെക്കോർഡുകൾ ഒരുപാട് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യും. ഫോക്ക് സോങ്സും റാണി ഓഫ് ചാൻസി റിലേറ്റ് ചെയ്ത് വരുന്ന ഫോക്ക് സോങ്സും മറ്റും അവിടുത്തെ ലോക്കൽ ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു.
Mahasweta Devi's specialization lay in the studies of Adivasi, Dalit and marginalized citizens with a focus on their women. They were associated as protesters in the face of British colonialism, the Mahajanas and upper class corruption and injustice. She lived in the Adivasi villages in West Bengal, Bihar, Madhya Pradesh, Chhattisgarh years after years, befriending them and learning from them. She has embodied their struggles and sacrifices in her words and characters. മഹാശ്വേത ദേവി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ആദിവാസി ദളിത് അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വർക്കുകൾ എല്ലാം തന്നെ ഈ തരത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളായിരുന്നു. അവർ സെലക്ട് ചെയ്തിരുന്ന തീംസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയലിസവും അപ്പർ ക്ലാസ് കറപ്ഷൻ, ഇൻജസ്റ്റിസ് അതൊക്കെ തന്നെയായിരുന്നു അവരെടുത്തിരുന്നത്. ഇതിനൊക്കെ ഉള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് മഹാശ്വേത ദേവി ഒരുപാട് ആദിവാസി വില്ലേജുകളിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് പോലെയുള്ള ആദിവാസി വില്ലേജുകളിൽ വർഷങ്ങളോളം അവർ താമസിക്കുകയും അവിടെ ഉള്ള പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടും അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരനുഭവിച്ചിരുന്ന സ്ട്രഗിൾസും അവരുടെ ലൈഫിലെ സാക്രിഫൈസസും ഒക്കെ തന്നെ അവരുടെ വേർഡ്സിലും അവരിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാനും മഹാശ്വേത ദേവിക്ക് സാധിച്ചിരുന്നു. She had claimed that her stories aren't her creation, they are the stories of the people of her country. Such an example is her work ചോട്ടി മുണ്ടി എബങ് താർഥർ. മഹാശ്വേത ദേവിയുടെ അഭിപ്രായത്തിൽ അവരുടെ കഥകളൊന്നും തന്നെ അവരുടെ ക്രിയേഷനല്ല. ഈ കഥകളെല്ലാം തന്നെ അവർ കേട്ട, പരിചയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച കഥകളും അവർക്ക് പറയാനുള്ള അവരുടെ ലൈഫും ആയിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന വർക്ക്. In 1964, she began teaching at Vijayagar Jyotish Ray College. In those days, Vijayagar Jyotish Ray College was an institution for working class women students. During that period, she also worked as a journalist and as a creative writer. She studied the Lodas and Shabas, the tribal communities of West Bengal, women and Dalits. In her elaborate Bengali fiction, she often depicted the brutal oppression on the tribal people and untouchables by the powerful authoritarian upper-class landlords, money lenders, and venal government officials. She wrote of the source of her inspiration. I have always believed that the real history is made by ordinary people. I constantly come across the reappearance in various forms of folklore, ballads, myths and legends carried by ordinary people across generations. The reason and inspiration for my writing are those people who are exploited and used and yet do not accept defeat. For me, the endless source of ingredients for writing is in these amazingly noble, suffering human beings. Why should I look for my raw materials elsewhere once I have started knowing them? Sometimes it seems to me that my writing is really their doing. മഹാശ്വേത ദേവി അവരുടെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിജയഗർ ജ്യോതിഷ് റേ കോളേജിലായിരുന്നു. ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കോളേജിൽ അവിടെ സ്റ്റുഡൻസായിട്ട് വർക്കിംഗ് ക്ലാസ് വിമൻ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവരവിടെ പഠിപ്പിക്കും, അതുപോലെ തന്നെ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു ക്രിയേറ്റീവ് റൈറ്റർ കൂടെയായിരുന്നു അവർ. മാത്രമല്ല ലോഥാസ്, ഷബാസ് എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ്. അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ്സിനെയും ദളിത്തിനെയും കുറിച്ച് അവർ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മഹാശ്വേത ദേവി എഴുതിയ ബംഗാളി ഫിക്ഷനകത്ത് അവർ ഡെപ്പിക്റ്റ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ട്രൈബൽ പീപ്പിളിനെയും അൺടച്ചബിൾസിനെയും എങ്ങനെയാണ് വളരെ പവർഫുള്ളായിട്ടുള്ള അതോറിറ്റി, അതായത് അപ്പർ ക്ലാസ് ലാൻഡ് ലോഡ്സും മണി ലെൻഡേഴ്സും അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസും എങ്ങനെയാണ് വളരെ ബ്രൂട്ടലി ഒപ്രസ് ചെയ്ത് വെച്ചിരുന്നത് എന്നുള്ളത് വളരെ പവർഫുള്ളായിട്ട് അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എഴുതാനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എഴുതേണ്ട ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മഹാശ്വേത ദേവിയുടെ തന്നെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ശരിക്കും കഥകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെഴുതുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാം റിയൽ ഹിസ്റ്ററിയാണ്, ഓർഡിനറി പീപ്പിളിൻ്റെ തന്നെ റിയൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇത്രയും
അധികം കാര്യങ്ങൾ അവർക്ക് അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരുപാട് കഥകൾ അവർക്ക് അറിയാവുന്ന കഥകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിന് വേണ്ടി തിരിയേണ്ടത്? ശരിക്കും അവർ എഴുതിയിട്ടുള്ള എല്ലാ കഥകളും എന്ന് പറയുന്നത്, എല്ലാ നോവൽസിൻ്റെയും വർക്കുകളുടെയൊക്കെ സ്റ്റോറി എന്ന് പറയുന്നത് ഇവർ തന്നെ നേരിട്ട് കണ്ട പല ദളിത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പല ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ത്രീകളുടെയും ലൈഫായിരുന്നു. Post-colonial scholar Gayatri Chakravarti Spivak has translated Devi's short stories into English and published 3 books: Imaginary Maps, Old Woman, The Breast Stories. മഹാശ്വേത ദേവിയുടെ 3 വർക്കുകൾ ഗായത്രി ചക്രവർത്തി സ്പിവക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത 3 വർക്കുകൾ ഇതൊക്കെയാണ്: ഇമാജിനറി മാപ്സ്, ഓൾഡ് വുമൺ, ദ ബ്രസ്റ്റ് സ്റ്റോറീസ്. ഇത്രയുമാണ് മഹാശ്വേത ദേവിയെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, മഹേഷ് ദത്താനി. Mahesh Dattani, born 7 August 1958, is an Indian director, actor, playwright and writer. He wrote such plays as Final Solutions, Dance Like a Man, Bravely Fought the Queen, On the Muggy Night in Mumbai, Tara, 30 Days in September and The Big Fat City. മഹേഷ് ദത്താനി ഒരു ഇന്ത്യൻ ഡയറക്ടറാണ്, ആക്ടറാണ്, പ്ലേ റൈറ്റാണ്, അതുപോലെ റൈറ്റർ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ്: ഫൈനൽ സൊല്യൂഷൻസ്, ഡാൻസ് ലൈക്ക് എ മാൻ, ബ്രേവ്ലി ഫോർ ദ ക്യൂൻ, ഓൺ ദ ബഗി നൈറ്റ് ഇൻ മുംബൈ, താര, 30 Days in September 2007 ആൻഡ് ദ ബിഗ് ഫാറ്റ് സിറ്റി. ഹി ഈസ് ദ ഫസ്റ്റ് പ്ലേ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ടു ബി അവാർഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഫസ്റ്റ് പ്ലേ റൈറ്റാണ് മഹേഷ് ദത്താനി. ഹിസ് പ്ലേസ് ഹാവ് ബീൻ ഡയറക്റ്റഡ് ബൈ എമിനൻറ്റ് ഡയറക്ടേഴ്സ് ലൈക്ക് അരവിന്ദ് ഗൗർ, അലിക് പദംസി ആൻഡ് ലില്ലറ്റ് ദുബെ. അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഡയറക്റ്റ് ചെയ്യപ്പെട്ട ഡയറക്ടേഴ്സാണ് ഈ പറയുന്ന വ്യക്തികൾ. ദത്താനി മേക്സ് എ ബോൾഡ് മൂവ് വെൻ ഹി ചോസസ് ടു അഡ്രസ് ദ ഇഷ്യൂസ് concerning gender discrimination. His writings then become important when you wish to explore how deeply certain stereotypes are rooted in society. ദത്താനി കൂടുതലും കൈകാര്യം ചെയ്ത തീമെന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. സൊസൈറ്റിയിൽ വളരെ റൂട്ടഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റീരിയോടൈപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ചില സ്റ്റീരിയോടൈപ്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് സൊസൈറ്റിയിൽ, അല്ല എത്രത്തോളം അത് റൂട്ടഡ് ആണ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ വായിച്ചാൽ അത് കൂടുതലായിട്ട് മനസ്സിലാകും. മഹേഷ് ദത്താനി വാസ് ബോൺ ഇൻ ബാംഗ്ലൂർ ടു ഗുജറാത്തി പാരൻസ്. ഹി വെൻറ്റ് ടു ബാൾവിൻ ബോയ്സ് ഹൈസ്കൂൾ ആൻഡ് ദെൻ വെൻറ്റ് ഓൺ ടു ജോയിൻ സെൻറ്റ് ജോസഫ് കോളേജ് ബാംഗ്ലൂർ. അദ്ദേഹം ജനിക്കുന്നത് ബാംഗ്ലൂരാണ്, ടു ഗുജറാത്തി പാരൻസ്. പിന്നെ അദ്ദേഹം ബാംഗ്ലൂരിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും കണ്ടിന്യൂ ചെയ്യുന്നത്. Dattani is a graduate in history, economics and political science. He completed his postgraduate in marketing and advertising management because he wanted to become a copywriter. He worked with the Bangalore Little Theatre where his first role was in Utpal Das Surya Shikhar. സ്കൂളിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഗ്രാജുവേഷൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസിലും ഗ്രാജുവേഷൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത് മാർക്കറ്റിങ്ങിലും അഡ്വർടൈസിങ് മാനേജ്മെൻറ്റിലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ടു ബിക്കം എ കോപ്പി റൈറ്റർ എന്നതായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ ലിറ്റിൽ തിയേറ്റർ എന്നൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്കെന്ന് പറയുന്നത് സൂര്യ ശിഖാർ എന്ന ഒരു പ്ലേ ആയിരുന്നു. ഓക്കെ, ഉത്പൽ ദത്തിൻ്റെ സൂര്യശിഖാർ എന്ന പ്ലേയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. After reading Edward Albee's play Who is Afraid of Virginia Woolf early in his life, he became interested in writing. He was also influenced by Gujarati playwright Mathurai's Kumarni Agashi and developed an interest in playwriting. അദ്ദേഹം എഡ്വേർഡ് ആൽബി എഴുതിയ പ്ലേ ആണ് ഹു ഈസ് അഫ്രൈഡ് ഓഫ് വിർജിനിയ വുൾഫ്. അത് വായിച്ചതിന് ശേഷമാണ് ആ ഒരു വർക്കിൽ അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് റൈറ്റിങ്ങിലോട്ട് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഒരു ഗുജറാത്തി പ്ലേ റൈറ്റായിട്ടുള്ള മധുറയുടെ ഒരു വർക്ക് വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് പ്ലേ റൈറ്റിങ്ങിലോട്ടൊരു ഇൻഫ്ലുവൻസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു.
Mahesh Dattani began his career as a copywriter in an advertising firm. In 1986, he wrote his first full-length play, Where There's a Will, and since 1995, he has been working as a full-time theatre professional. He has also worked with his father in the family business. ദത്താനി അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോപ്പി റൈറ്റർ ആയിട്ടായിരുന്നു, ഒരു അഡ്വർടൈസിങ് ഫേമിലായിരുന്നു. 1986 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ അദ്ദേഹം എഴുതുന്നു. അതിൻ്റെ പേരെങ്ങനെയാണ്, വെയർ ദെയർ ഇസ് എ വിൽ. ദെൻ 1995 വരെയും അദ്ദേഹം ഒരു തിയേറ്റർ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം അദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ്സിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ദത്താനി ഈസ് ഓൾസോ എ ഫിലിം ഡയറക്ടർ. ഹിസ് ഡെബ്യൂട്ട് ഫിലിം is Mango Soulful, adapted from one of his plays. He also wrote and directed the movie Morning Raga. അദ്ദേഹം ഒരു ഫിലിം ഡയറക്ടർ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിൽ നിന്നാണ് മാംഗോ സോഫുൾ എന്ന ഒരു ഫിലിം എടുത്തിട്ടുള്ളത്. അദ്ദേഹം എഴുതുകയും ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിയാണ് മോർണിംഗ് രാഗ. ഡാൻസ് ലൈക്ക് എ മാൻ ഹാസ് വൺ ദ അവാർഡ് ഫോർ ദ ബെസ്റ്റ് പിക്ചർ ഇൻ ഇംഗ്ലീഷ്, awarded by the National Panorama in 1998. Sahitya Akademi Award for his book of plays Final Solutions and Other Plays. Sahitya Kala Parishad selected Final Solutions, Tara and 30 Days in September as Best Productions of the Year, directed by Aravind Gaur. അദ്ദേഹത്തിൻ്റെ ഡാൻസ് ലൈക്ക് എ മാൻ എന്ന വർക്കിന് നാഷണൽ പനോരമ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ സൊല്യൂഷൻസ് ആൻഡ് അതർ പ്ലേസ് എന്ന് പറയുന്ന ബുക്കിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അതുപോലെ സാഹിത്യ കലാ പരിഷത്ത് ആ ഒരു വർഷത്തെ ബെസ്റ്റ് പ്രൊഡക്ഷൻസ് എന്ന ആ ഒരു കാറ്റഗറിയിൽ സെലക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ സൊല്യൂഷൻസ്, താര, 30 Days in September എന്ന വർക്കുകളായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് മഹേഷ് ദത്താനിയെക്കുറിച്ച് പറയുന്നത്. ഇനി നോക്കുന്നത് മഞ്ജുള പത്മനാഭൻ. മഞ്ജുള പത്മനാഭൻ ബോൺ 23rd June 1953 is an Indian playwright, journalist, comic strip artist and children's book author. Her works explore science, technology, gender and international inequalities. മഞ്ജുള പത്മനാഭൻ 1953 ജനിക്കുന്നത്. അവരൊരു ഇന്ത്യൻ പ്ലേറൈറ്റാണ്, ജേർണലിസ്റ്റാണ്, ഒരു കോമിക് സ്ട്രിപ്പ് ആർട്ടിസ്റ്റാണ്, അതുപോലെ ചിൽഡ്രൻസ് ബുക്ക് ഓതർ കൂടെയാണ്. അവർ കൈകാര്യം ചെയ്ത മെയിൻ തീംസ് എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, ജെൻഡർ, ഇൻ്റർനാഷണൽ ഇൻഇക്വാലിറ്റീസ്. Padmanabhan was born in Delhi in 1953 to an Indian diplomat father. She was raised in Sudan, Pakistan and Thailand. She was an avid reader of comics and cartoons and often drew and wrote as a child. ഈ പത്മനാഭൻ ജനിക്കുന്നത് ഡൽഹിയിലാണ്. അവിടെ വളർത്തപ്പെട്ടത് സ്വീഡൻ, പാകിസ്ഥാൻ, തായ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ കോമിക്സും കാർട്ടൂൺസും ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി കൂടെയായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വരയ്ക്കാനും എഴുതാനും ഇഷ്ടമായിരുന്നു. When Padmanabhan was 16, her father retired and her family returned to India, where she was surprised by the more traditional society and was limited by not knowing Hindi or Marathi. പത്മനാഭന് 16 ഇയേഴ്സ് ആയ സമയത്ത് ഫാദർ റിട്ടയർ ആവുകയും അവരുടെ ഫാമിലി ഇന്ത്യയിലോട്ട് താമസം മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലേക്ക് പോയപ്പോഴേക്കും ആ ഒരു സ്ഥലം എത്രത്തോളം ട്രഡീഷണൽ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാകാനും സാധിച്ചു. പത്മനാഭൻ അറ്റൻഡഡ് എൽഫിൻസ്റ്റോൺ കോളേജ്. While at school, she worked at Parsiana to gain financial independence from her family. പത്മനാഭൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫാമിലിയിൽ നിന്ന് കിട്ടാനായിട്ട് വർക്കിംഗ് കൂടെ ചെയ്യുമായിരുന്നു. പത്മനാഭൻ continued working as a journalist and book reviewer into her 20s and 30s. She began her career as an illustrator in 1979 with Ali Beg's book Indrani ആൻഡ് ദ എൻചാൻറ്റഡ് ജംഗിൾ. പഠിക്കുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷവും അവളുടെ 20s-ലും 30s-ലും ഒരു ജേർണലിസ്റ്റായിട്ടും ബുക്ക് റിവ്യൂവറായിട്ടും വർക്ക് ചെയ്തു. ഒരു കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1979 ആസ് എൻ ഇല്ലസ്ട്രേറ്റർ. ആ ഒരു ബുക്കെന്ന് പറയുന്നത് ഇന്ദ്രാണി ആൻഡ് ദ എൻചാൻറ്റഡ് ജംഗിൾ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് ഇല്ലസ്ട്രേറ്ററായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്.
In 1982, Padmanabhan created a comic strip, Double Talk, which featured the female character Sugi. She wrote a pitch to the Sunday Observer editor Vinod Mehta, who published her strip for many years. Sugi then appeared 6 days a week in Delhi paper The Pioneer from 1992 to 1998. When Vinod Mehta left the publications and The Pioneer stopped publishing comics, Padmanabhan stopped creating Double Talk. 1982 പത്മനാഭൻ ക്രിയേറ്റ് ചെയ്തൊരു കോമിക് സ്ട്രിപ്പാണ് ഡബിൾ ടോക്ക് എന്ന് പറയുന്നത്. അതിനകത്തൊരു ക്യാരക്ടറാണ് സുഗി. വിനോദ് മേത്ത എഡിറ്ററായിട്ടുള്ള ദ സൺഡേ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു പബ്ലിഷിങ്ങിനകത്ത് വളരെ കാലത്തോളം പത്മനാഭൻ്റെ ഈ കോമിക് സ്ട്രിപ്പ് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. ഈ സുഗി എന്ന് പറയുന്ന ഒരു കോമിക് ക്യാരക്ടർ അത് ഏകദേശം ആഴ്ചയിൽ 6 ദിവസവും ദ പൈനിയർ എന്ന് പറയുന്ന ഡൽഹി പേപ്പറിനകത്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്നു. 1992 മുതൽ 1998 വരെയും അത് വന്നിരുന്നു. അതിനുശേഷം വിനോദ് മേത്ത ആ ഒരു പബ്ലിക്കേഷൻ മതിയാക്കുന്ന സമയത്താണ് പത്മനാഭൻ ആ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത്. പത്മനാഭൻ വൺ ദ ഫസ്റ്റ് എവർ ഒനാസിസ് അവാർഡ് ഫോർ ഹെർ പ്ലേ ഹാർവസ്റ്റ്. എൻ അവാർഡ് വിന്നിംഗ് ഫിലിം ദേഹം വാസ് മെയ്ഡ് ബൈ ഗോവിന്ദ് നിഹാലനി ബേസ്ഡ് ഓൺ ദ പ്ലേ. മഞ്ജുള പത്മനാഭൻ്റെ വളരെ ഫേമസ് ആയൊരു പ്ലേ ആയിരുന്നു ഹാർവസ്റ്റ്. അതിന് ഒനാസിസ് അവാർഡ് കിട്ടി. ആ ഒരു വർക്ക്, ആ ഒരു പ്ലേ പിന്നീട് ഒരു ഫിലിമായിട്ട്, ദേഹം എന്ന പേരിലൊരു ഫിലിമായിട്ട് അത് മാറ്റി ചെയ്യപ്പെട്ടു. പത്മനാഭൻ ഹാസ് കണ്ടിന്യൂഡ് ടു വർക്ക് ആസ് എൻ ഓതർ ആൻഡ് ഇല്ലസ്ട്രേറ്റർ ആൻഡ് ഹാസ് പബ്ലിഷ്ഡ് ഷോർട്ട് സ്റ്റോറീസ് വിത്തിൻ മെനി ഡിഫറെൻറ്റ് വോളിയൂംസ്. പത്മനാഭൻ റിട്ടേൺ ടു ക്രിയേറ്റിംഗ് കോമിക്സ് ഫീച്ചറിംഗ് സൂഗി വിത്ത് ദ സ്ട്രിപ്പ് സൂഗി ആക്കി ഫോർ ദ ഹിന്ദുസ് ബിസിനസ് ലൈൻ. പത്മനാഭൻ വീണ്ടും വർക്ക് ചെയ്തത് ഒരു ഓതറായിട്ടും ഇല്ലസ്ട്രേറ്ററായിട്ടും വർക്ക് ചെയ്തിരുന്നു. അതുപോലെ ഷോർട്ട് സ്റ്റോറീസ്, വളരെയധികം ഷോർട്ട് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തിരുന്നു. വീണ്ടും ആ ഒരു കോമിക് സ്ട്രിപ്പ് സൂക്കി എന്ന പേരിലുള്ള ആ ഒരു ക്യാരക്ടറിലുള്ള കോമിക് സ്ട്രിപ്പ് വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്തു. അത് ദ ഹിന്ദുസ് ബിസിനസ് ലൈനിലാണ് അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ആ ഒരു കോമിക് സ്ട്രിപ്പ് സൂക്കിയാക്കി എന്ന പേരിലാണ് പിന്നീട് വന്നത്. ഇത്രയും കാര്യങ്ങളാണ് മഞ്ജുള പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ 3 റൈറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിച്ച് കണ്ടെത്തുക, കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. താങ്ക് യു.